ഹായ് നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കരിപ്പൂർ എയർപോർട്ടിന് സമീപം കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് ഈ പാർട്ടിക്കിൾ ബോർഡിനെ കുറിച്ചിട്ട് സംസാരിക്കാം, ഡിസ്കസ് ചെയ്യാം. പാർട്ടിക്കിൾ ബോർഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബോർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ മരത്തിന് പകരം ധാരാളമായി ഫർണിച്ചറുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വുഡാണ് പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ മെയിനായിട്ട് രണ്ട് തരം പാർട്ടിക്കിൾ ബോർഡുകളാണ് നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡും രണ്ടാമത്തത് ലോ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡും. അപ്പോൾ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ 4 ഗുണങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കിത് തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ളതൊന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ അതിൻ്റെ മെറ്റീരിയൽ ഓഫ് കോമ്പോസിഷൻ, ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ഈ രണ്ട് ബോർഡുകളും ഉണ്ടാക്കിയുള്ള വ്യത്യാസം. അപ്പോൾ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡാണെങ്കിൽ മരത്തിൻ്റെ ചിപ്പുകളും ഇപ്പോൾ ഉദാഹരണത്തിന് മുറിച്ച റബ്ബർ മരം, പാല് ഒക്കെ വറ്റിയ മരം ഉണ്ടല്ലോ, അതിൻ്റെ തടി ഉപയോഗിച്ചിട്ട്, അതിൻ്റെ വേരുകൾ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല സോളിഡായിട്ടുള്ള മരത്തിൻ്റെ ചിപ്പുകളും പിന്നെ നല്ല ക്വാളിറ്റിയുള്ള റെസിനുകളും പശകളും ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ബ്ലെൻഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും. മരത്തിൻ്റെ ചിപ്പുകളൊന്നും ഒരു സ്ഥലത്ത് കൂടുതൽ ചിപ്പുകൾ, ഒരു സ്ഥലത്ത് കൂടുതൽ പശ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരിക്കും ബ്ലെൻഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ആ ബോർഡ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള ഉറപ്പും അതിൻ്റെ രൂപവും ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉറപ്പും കൂടുന്നുണ്ട്. എന്ത് സാധനം നമ്മൾ നന്നായി, ഇപ്പോൾ കോൺക്രീറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ മിക്സിങ് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് ഉറപ്പ് കൂടുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് പാർട്ടിക്കിൾ ബോർഡിൻ്റെ കാര്യത്തിലും യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് നല്ല ഉറപ്പ് കിട്ടും അതിന്. അത് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. പിന്നെ അതിൻ്റെ ഫിനിഷിങ് എന്ന് പറയുന്നത് ഈ നല്ല സ്മൂത്തായിരിക്കും. ഈ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറയുന്നത് നല്ല സ്മൂത്തായിരിക്കും. പിന്നെ കറക്റ്റായിട്ടുള്ള അതിൻ്റെ സർഫേസ് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. പിന്നെ അതിൻ്റെ ലാമിനേറ്റിൻ്റെ എഡ്ജസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ എഡ്ജസ് ഉണ്ടാവും. പാർട്ടിക്കിൾ ബോർഡിൻ്റെ എഡ്ജുകൾ അത് നല്ല രീതിയിൽ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മോയ്സ്ചർ ഹ്യൂമിഡിറ്റി ഉള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് അതിലേക്ക് കയറി ചെല്ലില്ല. അതുകൊണ്ട് തന്നെ അത് സ്വെല്ലിങ് ആവില്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തത് അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. അതായത് അതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോയിൻറ്റ്സ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് നിൽക്കും. പിന്നെ ലോങ് ടൈം യൂസിന് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലോങ് ടൈം യൂസിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സ്ക്രൂവ്, അതുപോലെ ഹിഞ്ചസ്, നമ്മൾ വിജാഗിരികളൊക്കെ ഒരിക്കൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് നിൽക്കും. 2-3 പ്രാവശ്യം നമ്മൾ സ്ക്രൂ അഴിച്ച് ഊരി അതിലിട്ട് കഴിഞ്ഞാൽ അത് ലൂസാവുന്നൊരു പ്രശ്നം വരുന്നില്ല ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡിൽ. പിന്നെ അതിൻ്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു മോഡേൺ ഒരു ലുക്കായിരിക്കും. ഈ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ് ഉണ്ടാക്കിയ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ലുക്കായിരിക്കും. എന്താ പറയുക, ഒരു പോഷ് ലുക്ക്. അതുകൊണ്ട് ഇൻറ്റീരിയറൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടും. പിന്നെ അത് തന്നെ നമുക്ക് പല കളറുകളിലും ഇന്നിപ്പോൾ അവൈലബിളാണ്. നല്ല രീതിയിൽ ഫിനിഷിങ് ചെയ്തുകൊണ്ട് അതിന് സ്ക്രാച്ചുകൾ വന്നാലും നമുക്ക് ആൻറ്റി സ്ക്രാച്ചാണത്. ചെറിയ തീരത്തിലുള്ള ചെറിയ സ്ക്രാച്ചുകളൊന്നും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ ജോയിൻസ് ഒക്കെ നല്ല ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ് ഉണ്ടാക്കിയ ഫർണിച്ചറുകളിൽ ജോയിൻസ് എല്ലാം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഫർണിച്ചറുകൾക്ക് നമുക്ക് നല്ല കസ്റ്റമർ ഫീഡ്ബാക്കാണ് എപ്പോഴും കിട്ടുന്നത്. പിന്നെ പൊതുവെ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് കംപ്ലൈൻറ്റുകളൊക്കെ വളരെയധികം കുറവായിരിക്കും. ഈ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ് ഉണ്ടാക്കിയ ഫർണിച്ചറുകളിൽ നമുക്ക് മെയിൻ്റനൻസ് കുറവായിരിക്കും. നോർമൽ ഒരു യൂസിലും കണ്ടീഷൻസിലൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമുക്കിത് യൂസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമുക്ക് പുവർ ക്വാളിറ്റി, ഈ ലോ ഡെൻസിറ്റി ആയിട്ടുള്ള പാർട്ടിക്കിൾ ബോർഡ് അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകളെന്ന് നമുക്ക് നോക്കാം. ഈ ലോ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടാം, എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത ഉണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പശകളും നമുക്ക് ലോ ക്വാളിറ്റി പശകളായിരിക്കും. അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബോണ്ടിങ്, ഫില്ലർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മരത്തിൻ്റെ ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഈ കരിമ്പിൻ ജ്യൂസൊക്കെ എടുത്തിട്ട് വരുന്ന കരിമ്പിൻ്റെ ബാക്കി വരുന്ന ചണ്ടി, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
പിന്നെ അതിൻ്റെ ഫിനിഷിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർഫേസ് ഒന്നും നല്ല ഇത് സ്മൂത്ത് ആയിരിക്കില്ല. ചില ഭാഗത്ത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, കുണ്ടും കുഴിയും പോലെയൊക്കെ ഉണ്ടാക്കും. നമുക്ക് കാണാൻ പറ്റും, കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ എഡ്ജ് ബാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല, ബോർഡിൻ്റെ എഡ്ജ് ബാൻഡ്സ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് അതിലൂടെ എപ്പോഴും മോയ്സ്ചർ വേണമെങ്കിൽ കയറി ചെല്ലാം. ഹ്യൂമിഡായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ നമ്മൾ ഈ ഫർണിച്ചർ വെക്കുകയാണെങ്കിൽ അത് സ്വെല്ലിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പൊള്ളച്ച് പോകും, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളച്ച് പോകും. പിന്നെ സർഫേസ് വളരെയധികം റഫായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ജോയിൻസും സപ്പോർട്ട്സും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നമ്മൾ ഫർണിച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ജോയിൻസ് ഒന്നും കറക്റ്റായിട്ട് നിൽക്കില്ല, അലൈൻഡായിട്ട് നിൽക്കില്ല, ഗ്യാപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിന് വേറൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രൂ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രൂവും പിന്നെ അതുപോലെ വിജാഗിരിയൊക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് കാലം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ലൂസായി വരും. സ്ക്രൂ ഒക്കെ ഒരു പ്രാവശ്യം നമ്മൾ അഴിച്ച് രണ്ടാമതൊന്ന് ഇടണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവിടെ ശരിക്കും അത് ടൈറ്റായി നിൽക്കില്ല. പിന്നെ അതിൻ്റെ അപ്പിയറൻസും അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഒരു ചീപ്പ് അപ്പിയറൻസിലാണ് നമുക്ക് ഈ ലോ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡുകൾ കിട്ടുന്നത്. ഇതിന് ഗ്യാരണ്ടി കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ എപ്പോഴും ഇതുകൊണ്ടുണ്ടാക്കിയുള്ള ഫർണിച്ചറുകളിൽ എപ്പോഴും നമുക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്ന് കംപ്ലൈൻ്റാണ് വരാറുള്ളത്. വില ഓഫ് കോഴ്സ് നമുക്ക് കുറഞ്ഞിട്ട് കിട്ടും. ഈ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ് കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറിനെക്കാട്ടും ഏകദേശം പകുതി വിലയ്ക്ക് നമുക്ക് ലോ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡ് കൊണ്ടുണ്ടാക്കിയ ഫർണിച്ചറുകൾ നമുക്ക് കിട്ടും. പക്ഷേ കംപ്ലയിൻസുകൾ നിരന്തരമായിട്ട് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് ലോ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡും ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ബോർഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. Okay, thank you friends.